നായ്ക്കളിലെയും പൂച്ചകളിലെയും വോമിറ്റിംഗ് ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് ശരീരത്തിന് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു നോർമൽ ബെനിഫിഷ്യറി പ്രക്രിയയാണ് വോമിറ്റിംഗ്. പക്ഷേ വോമിറ്റിംഗ് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകും, ഒരുപാട് സാൾട്ടുകൾ അതായത് ലവണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ശരീരത്തിനത് കേടുണ്ടാക്കും. അതുകൊണ്ട് വോമിറ്റിംഗ് എത്രയും പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യുകയും വേണം. എന്താണ് വോമിറ്റിങ്ങിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുകയും വേണം. പൂച്ചകളിലും നായ്ക്കളിലും ഒരുപോലെ വോമിറ്റിംഗ് ഉണ്ടാകാറുണ്ട്. വോമിറ്റിംഗ് സാധാരണ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഇൻഡൈജഷൻ്റെ ഭാഗമായിട്ടാണ്, ദഹനക്കേടിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പാർവോവൈറൽ എൻട്രൈറ്റിസ്, ഗയാഡിയാസിസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഡസ്റ്റൈൻ്റെ അകത്തുള്ള രോഗങ്ങൾ കാരണവും ഉണ്ടാകാറുണ്ട്. രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന വോമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ കൊടുക്കേണ്ടി വരും. ഇൻഡൈജഷൻ ആണെന്നുണ്ടെങ്കിൽ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഒരുപാട് വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജലവും ലവണങ്ങളുമൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അതിന് IV ഫ്ലൂയിഡ് ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ. ഒരു പരിധിയിൽ കൂടുതൽ, അതായത് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പെറ്റിനെ ഒരു ഡോക്ടറെ, പരിചയസമ്പന്നനായിട്ടുള്ള ഒരു പെറ്റ് ക്ലിനീഷ്യനെ കാണിക്കുക. അദ്ദേഹം എന്തുതരം രോഗമാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള റെമഡി കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും.